ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പുതുതായിട്ട് ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറിയെ കുറിച്ചുള്ളൊരു ക്ലാസ് നടക്കാൻ പോകുന്നത്. ഓരോ വീഡിയോയിലും നമ്മൾ പുതിയതായിട്ടുള്ള 3 വാക്കുകളെ പരിചയപ്പെടുകയും ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ആ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്ന് നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ 3 വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന 3 വാക്കുകൾ എന്ന് പറഞ്ഞാൽ എ എന്ന ആൽഫബറ്റിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 3 വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡാണ് അബാൻഡൻ എന്ന് പറയുന്നത്. അബാൻഡൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ടു ഗിവ് അപ്പ് അല്ലെങ്കിൽ ഫോർസേക്ക്, ഡിസേർട്ട് എന്ന് പറയും. അത് ഇത് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം വെർബുണ്ട്, നൗണുണ്ട്. വെർബ് എന്ന് പറയുന്നത് നമുക്കറിയാം ആക്ടിവിറ്റിയാണ്. ടു ഒരു ക്രിയ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം. അപ്പം അബാൻഡൻ എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെ വിട്ടുകളയുക എന്നൊക്കെയുള്ള അർത്ഥം പറയാം. ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ടു ഗിവ് അപ്പ്. അല്ലെങ്കിൽ ഫോർസേക്ക് എന്ന മറ്റ് ഒരു വാക്കാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഡിസേർട്ട് എന്നും പറയും. അപ്പോൾ അത് ഇനിയും നമുക്ക് അത് ഓഫ്റ്റൺ ഫോളോഡ് ബൈ ടു എന്ന് കാണിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അബാൻഡൻ ടു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈൽഡ് ടു എ പാഷൻ, അനദേഴ്സ് കൺട്രോൾ എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വികാരത്തിന് അടിമപ്പെടുക അല്ലെങ്കിൽ അടിപ്പെടുക അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും നിയന്ത്രണത്തിന് നമ്മൾ അടിപ്പെടുന്നതിനൊക്കെയാണ് അബാൻഡൻ ടു എന്ന് നമുക്ക് പറയാം. ടു ചേർത്തിട്ട് അബാൻഡൻ ടു എന്ന് പറയുന്ന യൂസേജ് അർത്ഥമാക്കുന്നത് ഈൽഡ് ടു എ പാഷൻ, ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വികാരത്തിന് അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു പാഷനേറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയത്തില്ല, പാഷൻ. അങ്ങനെ ഒരു പാഷൻ നമ്മൾ വിധേയമാകുക അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിന് നമ്മൾ വിധേയമാകുക. അപ്പോൾ അത് അബാൻഡൻ ടു എന്ന ഉള്ള യൂസേജിൽ കൂടെ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നൗണായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഫ്രീഡം ഫ്രം ഇൻഹിബിഷൻസ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് വൈമുഖ്യമുള്ള ഉണ്ടാകേണ്ട ചില കാര്യങ്ങളിൽ നിന്നുള്ള നമുക്ക് ഫ്രീഡം. അപ്പം അങ്ങനെ നമുക്ക് ആ വൈമുഖ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളെ ഫ്രീ ആക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് അബാൻഡൻ എന്ന് പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ മറ്റ് ഫോംസാണ് അബാൻഡൻമെൻറ്റ്, അബാൻഡൻഡ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസ്, സിമ്പിളായിട്ടുള്ള 2 സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്. ഹിസ് ഫാദർ ഹാഡ് അബാൻഡൻഡ് ഹിം അറ്റ് എൻ ഏർലി ഏജ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. ഹിസ് ഫാദർ ഹാഡ് അബാൻഡൻഡ് ഹിം, ഗിവ് അപ്പ്, ഉപേക്ഷിച്ചു, ഫോർസേക്ക് എന്നുള്ളതാണ്. ഷീ മേ അബാൻഡൻ ഹെർ ഡ്രീം ഓഫ് ബിക്കമിങ് എ ഡോക്ടർ. അവിടെ അർത്ഥമാക്കുന്ന പറഞ്ഞാൽ ഈ ഷീ മേ അബാൻഡൻ ഹെർ ഡ്രീം, അവളുടെ സ്വപ്നം അവൾ ചിലപ്പോൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഡോക്ടർ ആകുന്ന സ്വപ്നത്തിൽ നിന്നും അല്ലെങ്കിൽ ഡോക്ടർ ആകുക എന്നുള്ളൊരു സ്വപ്നം അവൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അബാൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക, ഫോർസേക്ക്, ഡിസേർട്ട്. ഡിസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർസേക്ക് അല്ലെങ്കിൽ അബാൻഡൻ എന്നുള്ള അർത്ഥമാണ്. ഡിസേർട്ടിന് വേറെ ചില മീനിങ്ങുകളുണ്ട്, അതിപ്പോൾ ഇവിടെ അത് പറയുന്നില്ല. ഇതിപ്പോൾ അബാൻഡൻ എന്നുള്ള അർത്ഥം മാത്രമാണ്, ഡിസേർട്ട് എന്നുണ്ടായത്. ഇപ്പോൾ നമ്മൾ ഈ ഹിസ് ഫാദർ ഹാഡ് അബാൻഡൻ ഹിം അറ്റ് എൻ ഏർലി ഏജ് എന്ന് പറയുന്ന അബാൻഡൻ എന്നുള്ളതിൻ്റെ സ്ഥാനം നമുക്ക് ഡിസേർട്ട് എന്ന് ഉപയോഗിക്കാം, ഫോർസേക്ക് എന്ന് ഉപയോഗിക്കാം. ഹിസ് ഫാദർ ഹാഡ് ഫോർസേക്കൺ ഹിം അല്ലെങ്കിൽ ഡിസേർട്ടഡ് ഹിം അറ്റ് എൻ ഏർലി ഏജ്. ഷീ മേ ഫോർസേക്ക് ഹെർ ഡ്രീം ഓഫ് ബിക്കമിങ് എ ഡോക്ടർ. അപ്പോൾ ഫോർസേക്ക് ഉപയോഗിക്കാം, ടു ഗിവ് അപ്പ് ഉപയോഗിക്കാം. ഷീ മേ ഗിവ് അപ്പ് ഹെർ ഡ്രീം ഓഫ് ബിക്കമിങ് എ ഡോക്ടർ. അപ്പോൾ ഗിവ് അപ്പ് ഉപയോഗിക്കാം, അബാൻഡന് പകരം ഫോർസേക്ക് ഉപയോഗിക്കാം, ഡിസേർട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ വൊക്കാബുലറി, അബാൻഡൻ എന്നുള്ളത്. ഗിവ് അപ്പ് എന്നുള്ളതാണ്, ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഏത് തലത്തിലും നമുക്ക് അബാൻഡൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ടു ഗിവ് അപ്പ് എന്ന് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോർസേക്ക്. അപ്പോൾ നമ്മൾ ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഡ്രീം അല്ലേ, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോജക്ട്സ്, പ്ലാൻസ്, പദ്ധതികളെയൊന്നും നമ്മൾ ഉപേക്ഷിക്കരുത്. ഡോണ്ട് ഗിവ് അപ്പ് യുവർ പ്രോജക്റ്റ്, ഡോണ്ട് ഗിവ് അപ്പ് യുവർ പ്ലാൻ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഡോണ്ട് അബാൻഡൻ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ വരുന്ന രണ്ടാമത്തെ വൊക്കാബുലറിയാണ് അബെയ്സ്, ABASE എന്നുള്ളതാണ്. അബെയ്സ് എന്ന് പറഞ്ഞാൽ ടു ഹ്യൂമിലിയേറ്റ്, ടു ഡിഗ്രേഡ് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ആക്ഷേപിക്കുക അല്ലെങ്കിൽ വിലക്കുറച്ച് കാണുക അല്ലെങ്കിൽ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്.
ടു ഹ്യൂമിലിയേറ്റ് എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക, പരിഹസിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്നൊരു വാക്കാണ് അബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു ഫോമാണ് അബേസ്മെൻറ്റ്. അത് നൗണായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടു ഹ്യൂമിലിയേറ്റ് എന്നുള്ള വേർബാണ്, ക്രിയ. മറ്റൊരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ അബേസ് ചെയ്യാന്ന് പറയും. ഹി അബേസ് മീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ അബേസ്ഡ് ഹിം. അപ്പോൾ അത് സെൻറ്റൻസിൻ്റെ പിന്നെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ് റോങ് ലൈഫ് സ്റ്റൈൽ അബേസ്ഡ് ഹിം ബിഫോർ ഹിസ് പേരൻസ്. എന്നുവെച്ചാൽ അവൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അവൻ്റെ തെറ്റായ ജീവിത രീതികൾ അവനെ തന്നെ വില കുറച്ച് കാണിച്ചു എന്നുള്ളതാണ്. ഹിസ് റോങ് ലൈഫ് സ്റ്റൈൽ അബേസ്ഡ് ഹിം, അല്ലെങ്കിൽ ഡീഗ്രേഡഡ് ഹിം ബിഫോർ ഹിസ് പേരൻസ് എന്നുള്ളതാണ്. പൊളിറ്റീഷ്യൻസ് ഓൾവേസ് അബേസ് ദംസെൽസ്. രാഷ്ട്രീയക്കാർ അവരെ തന്നെ വില ഇല്ലാതാക്കി തീർക്കുകയാണ്. അപ്പോൾ ബിഫോർ ദ പബ്ലിക് ബൈ ദ കറപ്റ്റ് പ്രാക്ടീസസ്. അവരുടെ അഴിമതി നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് അവരെ ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും അവരെ തന്നെ വില കുറച്ച്, അല്ലെങ്കിൽ അവരെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെ തന്നെ വില കുറച്ച് വില ഇല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളതാണ് അബേസ് എന്ന് ഉപയോഗിക്കുന്നത്. പൊളിറ്റീഷ്യൻസ് ഓൾവേസ് അബേസ് ദംസെൽസ് ബിഫോർ ദ പബ്ലിക് ബൈ ദ കറപ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ ഇതാണ് അബേസ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ അബാൻഡൻ, രണ്ടാമത്തെയാണ് അബേസ് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന 3 വാക്കുകളിൽ മൂന്നാമത്തെയാണ് അബെയ്റ്റ് എന്ന് പറയുന്നത്. ABATE. അബെയ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഇത് വളരെ സിമ്പിളായിട്ടുള്ള 1-2 മീനിങ്ങുകൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഒരു വാക്കിന് പല തലത്തിൽ പല അർത്ഥങ്ങൾ ഉണ്ട്. അപ്പോൾ എല്ലാ അർത്ഥങ്ങളും ഇവിടെ പറയുന്നില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ചില 1-2 സിമ്പിളായിട്ടുള്ള അർത്ഥങ്ങൾ മാത്രമേ, മീനിങ്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അബെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് ഓർ ബിക്കം ലെസ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പിന്നെ ബലമില്ലാതാക്കുക, അല്ലെങ്കിൽ ബലം കുറയുക എന്നൊക്കെയുള്ളതാണ്. ടു മേക്ക് ലെസ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ബലം കുറയ്ക്കുക. ബിക്കം ലെസ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ബലം ഇല്ലാതാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡിമിനിഷ്, കുറയുക എന്നൊക്കെയുള്ളത്. ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഡിമിനിഷ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഫോമാണ് അബെയ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഓരോ സെൻറ്റൻസിൻ്റെയും കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വേർഡ്സ്, വൊക്കാബുലറീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് അല്ലെങ്കിൽ സെൻറ്റൻസ് മേക്കിംഗ് എങ്ങനെ ഉണ്ടാകാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നോ ഡിഫീറ്റ് ഹാഡ് അബൈറ്റഡ് ഹിസ് സ്പിരിറ്റ് ടു വിൻ എന്ന് പറഞ്ഞാൽ തോൽവികൾ പലതുണ്ടായിട്ടും അത് അവൻ്റെ വിജയിക്കാനുള്ള ഒരു സ്പിരിറ്റിനെ ഒരിക്കലും കുറച്ചില്ല, അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. നോ ഡിഫീറ്റ് ഹാഡ് അബൈറ്റഡ് ഹിസ് സ്പിരിറ്റ്. അബൈറ്റഡ് ഹിസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇച്ഛാശക്തിയെ ദുർബലമാക്കിയില്ല, അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ ബലം കുറച്ചില്ല. പല ഡിഫീറ്റുകൾ, പരാജയങ്ങൾ ഉണ്ടായിട്ടും വിജയിക്കാനുള്ള അവൻ്റെ ആ ഒരു പിന്നെ സ്പിരിറ്റ്, ഇച്ഛാശക്തി, അതിനെ കുറയ്ക്കാൻ ഒരു ഡിഫീറ്റിനും ഒരു പരാജയത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അബൈറ്റഡ് ഹിസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഇച്ഛാശക്തിയെ കുറയ്ക്കുവാൻ, അബൈറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ലെസ് സ്ട്രോങ്, അല്ലെങ്കിൽ ബിക്കം ലെസ് സ്ട്രോങ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡിമിനിഷ്, കുറയ്ക്കുക. നോ ഡിഫീറ്റ് ഹാഡ് ഡിമിനിഷ്ഡ് ഹിസ് സ്പിരിറ്റ് ടു വിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തത് സ്റ്റോം സഡൻലി അബൈറ്റഡ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, പെട്ടെന്ന് തന്നെ അതിൻ്റെ പിന്നെ ശക്തി കുറഞ്ഞു എന്നുള്ളതാണ്. ദ സ്റ്റോം സഡൻലി അബൈറ്റഡ്. അപ്പോൾ ഈ 3 വാക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അബാൻഡൻ ഉപേക്ഷിക്കുക, പാടെ ഉപേക്ഷിക്കുന്നതിനാണ് അബാൻഡൻ ചെയ്യുക എന്ന് പറയുന്നത്. അബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഡിഗ്രേഡ് ചെയ്യുക, അത് നമ്മൾ നാണം കെടുത്തതൊക്കെ പറയും. അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കുക, മറ്റൊരാളെ വില കുറച്ച് അല്ലെങ്കിൽ നമ്മൾ വിലയില്ലാതാക്കി ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ അബേസ് ചെയ്യാന്ന് പറയും. സെർട്ടൻ എംപ്ലോയേഴ്സ് അബേസ് ഹിസ് എംപ്ലോയീസ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ചില തൊഴിലുടമകൾ അവരുടെ തൊഴിലാളികളെ പിന്നെ വില കുറച്ച് കാണാറുണ്ട്. അപ്പം അങ്ങനൊരു പിന്നെ ഫോർമേഷൻ അല്ലെങ്കിൽ യൂസേജ് ആണ് അതിന്, മീനിങ് ആണ് അതിൻ്റെ അബേസ് എന്നുള്ളത്. പിന്നെ അബൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശക്തി കുറയുക, ദുർബലമാകുക, ഡിമിനിഷ് ചെയ്യുക, കുറയുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഏതൊരു അവസ്ഥയ്ക്കും അല്ലെങ്കിൽ ഒരു കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അബൈറ്റ് ചെയ്യാന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ദ സ്റ്റോം സഡൻലി അബൈറ്റഡ്, പെട്ടെന്ന് തന്നെ കാറ്റിൻ്റെ ശക്തി വളരെ കുറഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ 3 വാക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ
നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ അടുത്ത 3 വാക്കുകളുമായി നമുക്ക് അടുത്ത 3 വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.